എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു ഞായറാഴ്ച വ്ളോഗുമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്നൊരു കല്യാണത്തിന് പോവാണ്ട്, അപ്പോൾ അതിന്റെ ഒരു വ്ളോഗും പിന്നെ ഒരാളെ കണ്ട് ഒരാളോടൊക്കെ ഒന്ന് സംസാരിച്ച് അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗില്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളിന്ന് കൊളാബും കൂടെ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായ ആള്. അപ്പോൾ പുള്ളിക്കാരനെ നമ്മളിന്ന് കാണാൻ പോവാണ്. അപ്പോൾ ആദ്യം കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. ബൈ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ പോയി നല്ല സ്മൂത്ത് റോഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്പീഡിലായിരുന്നു ഞങ്ങൾ പോയത്. പ്ലാനിലൊരു മാറ്റമുണ്ട് ഗൈസ്. ചായ കുടിക്കാൻ നമ്മൾ പോകുന്നില്ല, കാരണം ഒന്നാമതേ നല്ലോണം ലേറ്റായി. അങ്ങനെ നമ്മൾ അച്ചമ്മയുടെ നാടെത്തിരിക്കുകയാണ് ഗൈസ്. വെളിമണ്ണ. ഇവിടെയാണ് അച്ചമ്മ ജനിച്ച് വളർന്നതും എൻ്റെ അച്ഛൻ ജനിച്ച് വളർന്നതും വല്യച്ഛനും ജനിച്ച് വളർന്നത്. നമ്മുടെ ഒരാളെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹം എത്തിരിക്കുകയാണ്. നമ്മൾ കാണണം എന്ന് പറഞ്ഞ ആളെത്തി പ്രേക്ഷകരെ. ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒരുമിച്ചിരിക്കുന്നു. ഇവിടെ രണ്ടുപേരും ഒരുമിച്ചു, അവിടെ രണ്ടുപേരും ഒരുമിച്ചു. അങ്ങനെ ഇന്ന് സംസാരിച്ച സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഗൈസ്, മിസ്റ്റർ ഋതുരാജ്. ഞങ്ങൾ ചേച്ചിനെ കണ്ടു കേട്ടോ ഗൈസ്. വല്യമ്മ അച്ഛമ്മ പോലെ കണ്ടു പരിചയമുണ്ടാവും. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകാൻ പോവാണ് സുഹൃത്തുക്കളെ. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ് പ്രേക്ഷകരെ, ഒരുപാട് സന്തോഷം. നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അതെ ഗൈസ്, ചാനലൊക്കെ തുടങ്ങിക്കുന്നു ഗൈസ്, ചാനലൊക്കെ തുടങ്ങിക്കുന്നു. അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും താഴെ. അപ്പോൾ ആ ചാനൽ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്താ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതാണെങ്കിൽ ഈക്വൽ ആയിക്കോട്ടെ. അതെ, വെളിമണ്ണ മൊത്തം റോഡ് പണിയായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ഫുള്ള് മണ്ണാണ് ഇവിടെ പ്രശ്നം, മണ്ണ്. അതെ ഗൈസ്, ഫുള്ള് റോഡൊക്കെ ഇടിച്ചു പൊളിച്ച് ഇപ്പോൾ പണി നടത്തുകയാണ് ഗൈസ്. അങ്ങനെ ഇനിയിപ്പോ ഞാൻ തായ്ലൻഡ് വ്ളോഗിന്റെ പാർട്ട് 3 വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെ. ഇറക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ നിർബന്ധിച്ചോണ്ട് ഇവൻ പാർട്ട് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇടൂലായിരുന്നു. അങ്ങനെ ഗൈസ്, ഇനി കല്യാണ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ കല്യാണം വീട്ടിൻ്റെ അടുത്തെത്താനായി. റിസപ്ഷൻ ആട്ടോ സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ കല്യാണ വീട്ടിലെത്തി ഗൈസ്. ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ്, ഇവിടുത്തെ കേട്ടോ ഫുഡ് ഏരിയ. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് പ്രേക്ഷകരെ. അതെ ഗൈസ്, പ്രേക്ഷകരെ, നമ്മളങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് പാർട്ടിലേക്ക് കിടക്കാണ്. നമ്മൾ ഇനി ഉണ്ണാൻ വേണ്ടി പോകുകയാണ്. പക്ഷേ നമ്മളിനി ഉണ്ണാൻ വേണ്ടി പോലെ നമ്മൾ കല്യാണത്തിനല്ല വന്നത്. നമ്മൾ കല്യാണത്തിനല്ല, നമ്മൾ കല്യാണം കൂടാനാണ് ബുഫേ ഉണ്ണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തിന്നാൻ വേണ്ടി പോകുകയാണ്. ഇവിടെയാണ് നമ്മുടെ തിന്നാൻ സ്ഥലം. ഓൾറെഡി കാണിച്ചാണ്. പ്രേക്ഷകരെ, ഇത് ദേവൂട്ടൻ ആദ്യം കഴിച്ചു തുടങ്ങി, ഞാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രേക്ഷകരെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കാണാം അല്ലേ? അതെ, നിന്റെ ചാനലല്ലേ, നീ എന്തേ പറയും? സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ വേർത്തൊഴുകുക. ചൂട് അപാര ചൂടാണ് ഇവിടെ. അയ്യോ 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 ഇത് ഈ മൗണ്ട് എവറസ്റ്റ് ഫുള്ള് കയറണം. അപ്പൊ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരിച്ച് പന്തലിലെത്തി. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ഇങ്ങനത്തെ കസാരൊക്കെ ഉണ്ട്. എടാ, പ്രമേഹത്തിന്റെ ഡയലോഗ് പറഞ്ഞ
കലിയുഗത്തിന്റെ അവസാനം. ഇനി ദേവൂട്ടന്റെ കൂടെ ദേവൂട്ടാ ദേവൂട്ടാ ഒരു പേടിയാ. നമ്മൾ വീട് പറയും അടുത്ത കൊളാബ് നിങ്ങൾ കാണുന്നതായിരിക്കും. അല്ല, അടുത്ത കൊളാബ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, മറക്കരുത്. അതെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ പന്തൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ദാ ഈ മുന്നിൽ കാണുന്ന വണ്ടി ഏതാണ് ഗായ്സ്? യെസ് ഗായ്സ്, നമ്മളുടെ മുന്നിൽ കാണുന്ന വണ്ടി വേറെ എവിടെയും അല്ല, ഋതുരാജിന്റെ വണ്ടിയാണ് സുഹൃത്തുക്കളെ. ഏതാ അവിടുന്ന് അവന്റെ മുകളിലത്തെ സൺറൂഫിൽ നിന്ന് ഏന്തി നോക്കുന്ന കണ്ടില്ലേ ഗായ്സ്? അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും ഇങ്ങനത്തെ കുറെ കൊളാബ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അവന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ സുഹൃത്തുക്കളെ, ബൈ.